ഭാരതമാതാവിനെ പതാകയേന്തിയ സ്ത്രീയെന്ന് വിശേഷിപ്പിച്ചത് നിർഭാഗ്യകരമെന്ന് ഹൈക്കോടതി. കേരള സർവകലാശാല രജിസ്ട്രാറുടെ സസ്പെൻഷന് സ്റ്റേയില്ല. രജിസ്ട്രാർ KS അനിൽകുമാറിൻ്റെ നടപടി ഗവർണർ എന്ന വിശിഷ്ട പദവിയെ ബാധിച്ചുവെന്നും കോടതി നിരീക്ഷിച്ചു. സസ്പെൻഡ് ചെയ്യാൻ VC-ക്ക് അധികാരമുണ്ടെന്നും സിൻഡിക്കേറ്റിൻ്റെ അനുമതി പിന്നീട് മതിയെന്നും കോടതി വ്യക്തമാക്കി. അരുൺ കൊടുങ്ങൂർ ചേരുന്നു വിശദാംശങ്ങളുമായി. അരുൺ, കോടതിയുടെ നിരീക്ഷണം ശ്രദ്ധേയമാണ്. കാരണം സർവകലാശാല രജിസ്ട്രാർ, മുൻ രജിസ്ട്രാർ അനിൽകുമാർ പ്രതീക്ഷിച്ചത് സസ്പെൻഷന് സ്റ്റേ ലഭിക്കും എന്നാണ്. സസ്പെൻഷന് സ്റ്റേ ലഭിച്ചില്ലെന്ന് മാത്രമല്ല, കോടതി കൃത്യമായി പറഞ്ഞു ഭാരതമാതാവിനെ അധിക്ഷേപിച്ചത് ശരിയായില്ല, നിർഭാഗ്യകരമാണ് എന്ന ഒരു കൃത്യമായിട്ടുള്ള നിരീക്ഷണം കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായി. മാത്രമല്ല, ഗവർണറോട് തികഞ്ഞ അനാദരവാണ്, ചാൻസലർ കൂടിയായ ഗവർണറോട് തികഞ്ഞ അനാദരവാണ് കാട്ടിയത് എന്നും നിരീക്ഷിക്കുകയുണ്ടായി. എന്തായാലും തിങ്കളാഴ്ച വീണ്ടും ഈ വിഷയത്തിൽ കോടതി വാദം കേൾക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. വിശദാംശങ്ങൾ ആരും അൽബിയാറിൽ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് വലിയൊരു തിരിച്ചടിയാണ് രജിസ്ട്രാർക്ക് ഇന്ന് ഹൈക്കോടതിയിൽ നിന്നും ലഭിച്ചിരിക്കുന്നത്. വലിയൊരു വിവാദത്തിലേക്ക് തന്നെയായിരുന്നു ഈ സംഭവത്തെ രജിസ്ട്രാർ കൊണ്ടെത്തിച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ കൃത്യമായ ഒരു രാഷ്ട്രീയ നീക്കങ്ങളോടെ തന്നെയായിരുന്നു ഈ നടപടികളൊക്കെ തന്നെ വരുന്നത്. അതിലേറ്റവും എടുത്തു പറയുന്നത് ഭാരതാംബ എന്നത് ഒരു വലിയ സങ്കല്പമാണ്. ഒരുപാട് പേർ ആദരിക്കുന്ന, ഒരുപാട് പേർ ആദരവോടെ കാണുന്ന ഒരു ഭാരതാംബയെ അതൊരു വിവാദത്തിൻ്റെ ചുഴിയിലേക്ക് എത്തിച്ചുകൊണ്ട് ഒരു വലിയ രീതിയിലുള്ള ഒരു പ്രകോപനം സൃഷ്ടിച്ചുകൊണ്ടുള്ള നടപടികളൊക്കെ തന്നെയായിരുന്നു തിരുവനന്തപുരത്ത് ഉണ്ടായത്. അന്ന് തന്നെ വലിയൊരു പ്രതിഷേധം, അത് രാഷ്ട്രീയത്തിനുപരിയായുള്ള വലിയൊരു പ്രതിഷേധം ആ വിഷയത്തിൽ ഉടലെടുക്കുകയും ചെയ്തിരുന്നു. അതിനുശേഷമാണ് ഇത്തരത്തിൽ സാഹചര്യങ്ങളൊക്കെ തന്നെ എതിരായ ഒരു സാഹചര്യത്തിലായിരുന്നു വീണ്ടും നിയമ നടപടിയിലേക്ക് പോകാൻ രജിസ്ട്രാർ തീരുമാനിച്ചത്. എന്തായാലും ഹൈക്കോടതിയിൽ നിന്നും വലിയ രീതിയിലുള്ള ഒരു തിരിച്ചടിയാണ് ഇന്ന് ഉണ്ടായിരിക്കുന്നത്. അതിലേറ്റവും പ്രധാനമായി എടുത്തു പറയുന്നത് ഭാരതാംബയെ അപമാനിച്ച സംഭവത്തിൽ കൃത്യമായ ഒരു താക്കീത് കൂടി ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും ഇന്ന് നൽകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഈ ഒരു നടപടി ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ള ഒരു രീതിയിലേക്കുള്ള ഒരു വാക്കുകളായിരുന്നു ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. അതോടൊപ്പം തന്നെ ഈ സസ്പെൻഷൻ പിൻവലിക്കുക എന്നുള്ള ഒരു വലിയ ആവശ്യത്തോടെയാണ് രജിസ്ട്രാർ ഹൈക്കോടതിയെ സമീപിച്ചത്. പക്ഷേ അതിനും തിരിച്ചടി ഉണ്ടായിട്ടുണ്ട്. അതുതന്നെയാണ് ഏറ്റവും പ്രധാനമായി രണ്ടു തരത്തിലും ഇന്ന് രജിസ്ട്രാർക്ക് ഹൈക്കോടതിയിൽ നിന്നും തിരിച്ചടി ഉണ്ടാകുന്ന ഒരു സാഹചര്യത്തിലേക്കുണ്ടായത്. കൃത്യമായ ഒരു രാഷ്ട്രീയ സമ്മർദ്ദം ഉപയോഗിച്ചുള്ള ഒരു നടപടിക്രമങ്ങൾ തന്നെയായിരുന്നു ഇതിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നത്. വലിയൊരു പ്രതിഷേധത്തിലേക്ക് തിരുവനന്തപുരത്ത് എത്തിക്കുക, അതോടൊപ്പം തന്നെ ഗവർണർക്കെതിരെ സ്വാഭാവികമായിട്ടും പ്രതിഷേധം ഉയർത്തിവിടാനുള്ള നടപടിക്രമങ്ങളൊക്കെ തന്നെ വരുത്തുക എന്നുള്ളതായിരുന്നു ഈ സമയങ്ങളിലൊക്കെ തന്നെ രജിസ്ട്രാറും അതോടൊപ്പം തന്നെ അദ്ദേഹത്തെ അനുകൂലിക്കുന്ന രാഷ്ട്രീയ പാർട്ടികളും ഒക്കെ തന്നെ എടുത്തിരുന്നത്. അവർക്കെല്ലാം ഏറ്റ ഒരു കനത്ത തിരിച്ചടി തന്നെയായിരുന്നു ഇന്നത്തെ ഹൈക്കോടതിയുടെ നിലപാട് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. അനിൽ നമ്പ്യാർ, ഭാരതാംബയെ പതാകേന്തിയ സ്ത്രീ എന്ന് വിശേഷിപ്പിച്ചത് നിർഭാഗ്യകരം. കേരള സർവകലാശാല രജിസ്ട്രാറുടെ സസ്പെൻഷൻ സ്റ്റേയില്ല. നിർണായകമായിട്ടുള്ള നിരീക്ഷണങ്ങളാണ് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്ന് ഇന്ന് ഉണ്ടായിരിക്കുന്നത്. അരുൺ കൊടുങ്ങൂരാണ് വിവരങ്ങൾ നൽകിയത്.